നിങ്ങൾ 40-45 വയസ്സായിട്ടുള്ള ആളാണ്, ഒരു രൂപ പോലും ഇതുവരെ സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റോ ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 60 വയസ്സിനുള്ളിൽ വളരെ മികച്ച രീതിയിൽ റിട്ടയർ ചെയ്യാനുള്ള ഒരു പദ്ധതിയുമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിലുള്ളത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായിട്ട് വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കുക. 42 വയസ്സുള്ള ഒരാളാണ് ഈ അടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നമ്മുടെ ആസ്ക് റുപ്പിമംഗ് വാട്സ്ആപ്പ് സർവീസിലേക്ക് കോൺടാക്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ സംശയം വളരെ സിമ്പിൾ ആയിരുന്നു. അദ്ദേഹത്തിന് 42 വയസ്സുണ്ട്, 10-20 വയസ്സ് തൊട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഒരു രൂപ പോലും ഇപ്പോൾ സമ്പാദ്യമില്ല. കിട്ടുന്ന ശമ്പളമൊക്കെ വീട്ടുകാര്യങ്ങൾക്കും വീട്ടുകാരുടെ ആവശ്യങ്ങൾക്കും മക്കളുടെ ആവശ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ചെലവാക്കി ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു രൂപ പോലും സമ്പാദ്യമില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു 55-60 വയസ്സിലൊക്കെ റിട്ടയർ ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. വളരെ തെറ്റില്ലാത്ത സാലറി ഒക്കെ കിട്ടുന്ന ആളാണ് അദ്ദേഹം. ഇനി നല്ല രീതിയിൽ സേവ് ചെയ്യാനും റെഡിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ നമ്മൾ പറഞ്ഞു കൊടുത്തു. ആ പ്ലാൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഒന്നുകൂടെ പറയട്ടെ, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സേവ് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഈ 42 വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയാലും ഒരു 60 വയസ്സിലോ 55 വയസ്സിലോ ഒക്കെ റിട്ടയർ ആവാനായിട്ട് പറ്റും. വളരെ സിമ്പിൾ ആണ്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത്തെ ഉദാഹരണത്തിൽ 40 വയസ്സായിട്ടുള്ള ഒരാളാണെന്ന് കരുതുക. അവർക്ക് 60 വയസ്സിൽ റിട്ടയർ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, 20 വർഷത്തെ സമയമുണ്ട്. അതായത് 240 മാസം അല്ലെങ്കിൽ 240 തവണ ഒരു ശമ്പളക്കാരനാണെന്നുണ്ടെങ്കിൽ ശമ്പളം കിട്ടും അല്ലെ. അപ്പോൾ ഒരു സെയിം ലൈഫ് സ്റ്റൈൽ തുടർന്നുകൊണ്ട് പോകണം. ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതേ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ മിക്കവാറും കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ 40% സേവ് ചെയ്യാനായിട്ട് റെഡി ആവണം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ 40 വയസ്സാണ്, നിങ്ങൾ 1 ലക്ഷം രൂപയാണ് ഇപ്പൊ നിങ്ങളുടെ മാസം വരുമാനം. നിങ്ങൾ അടുത്ത ഒരു 20 വർഷം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന 1 ലക്ഷത്തിന്റെ 40%, അതായത് 40,000 രൂപ വെച്ചെങ്കിലും നിങ്ങൾ അടുത്ത 20 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതേ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് റിട്ടയർമെന്റ് സമയത്തും ജീവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. 1 ലക്ഷം സാലറി ഉണ്ട്, പക്ഷേ 40,000 എനിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. ഒരു 30,000 സേവ് ചെയ്യാവുന്നതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെൻഷൻ കാലാവധി ഒരു 5 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അതായത് 65 വയസ്സിലേ നിങ്ങൾക്ക് റിട്ടയർ ആവാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ പറയാണ് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതിലെ 50,000 രൂപയും ഇനി ഞാൻ തൊട്ട് സേവ് ചെയ്യും, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, 50,000 രൂപ ഞാൻ സേവ് ചെയ്യുക അല്ലെങ്കിൽ 50% സേവ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ 56-ാം വയസ്സിൽ നിങ്ങൾക്ക് റിട്ടയർ ആവാനുള്ള മാർഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 45 വയസ്സായിട്ടുള്ള ഒരാളാണെന്ന് കരുതുക. ഈ 45 വയസ്സായിട്ടുള്ള ആള് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 വർഷമേ നമ്മുടെ കയ്യിലുള്ളൂ 60 വയസ്സാവാൻ. അപ്പൊ നമ്മളുടെ ഒരു സെയിം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സേവിങ്സ് ഒരു 50% നമ്മൾ സേവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആ ഒരു പെൻഷൻ പ്ലാൻ ഉണ്ടാക്കിയാലോ? ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എന്താണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ പ്ലാൻ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഒരേപോലത്തെ പ്ലാൻ അല്ല. നമ്മൾക്ക് എന്തുമാത്രം റിസ്ക് എടുക്കാൻ പറ്റും, നമ്മൾക്ക് എത്രമാത്രം സമയമുണ്ട്, നമ്മൾക്ക് ഇതുവരെയുള്ള നിക്ഷേപങ്ങൾ എന്തൊക്കെയുണ്ട്, നമ്മൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് അധിഷ്ഠിതമായിട്ടുള്ള നിക്ഷേപത്തിൽ നിക്ഷേപിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് താഴുമ്പോൾ നമ്മൾ പേടിക്കുന്ന തരത്തിലുള്ള ഒരാളാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പം ഈ വീഡിയോയിലൂടെ പറയുന്ന ഒരു ജനറൽ പ്ലാൻ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മിക്കവാറും ആളുകൾക്ക് അത് കോറിലേറ്റ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി തരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സപ്പോർട്ട് നമ്മളുണ്ട്. ആസ്ക് റുപ്പിമംഗ് എന്നാണ് നമ്മുടെ സപ്പോർട്ടിന്റെ പേര്. വാട്സപ്പിൽ നിങ്ങൾ 8848030018 നിങ്ങൾ കോൺടാക്ട് ചെയ്യണം വേണ്ടത്. ഈ 40 അല്ലെങ്കിൽ 45 വയസ്സായിട്ടുള്ള ഒരാൾ ഒരു 60 വയസ്സ് അറൗണ്ട് 60 വയസ്സിൽ റിട്ടയർ ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് മ്യൂച്വൽ ഫണ്ടുകളാണ്. ഞാൻ പേഴ്സണലി എന്റെ റിട്ടയർമെന്റിനും എന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഗോളുകൾക്കും ഒക്കെ ആയിട്ട് നിക്ഷേപിക്കുന്നത് ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ തന്നെയാണ്. പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഈ റിട്ടയർമെന്റ് ആവശ്യത്തിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിലും മൾട്ടി ക്യാപ് കാറ്റഗറിയിലും ലാർജ് ക്യാപ് ഇൻഡെക്സ് ഫണ്ടുകളുമാണ്. ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആനുവലി ഒരു 12% ഒക്കെ വർദ്ധിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ 12% എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മുൻകാലങ്ങളിൽ ആ ഒരു റിട്ടേൺ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുടെ പരസ്യത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള റിട്ടേൺ
ഭാവിയിൽ ലഭിക്കണമെന്നില്ല. അത് അങ്ങനെ ഒരു റിസ്ക് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി മാത്രം നിക്ഷേപിക്കുക. ചിലപ്പോൾ 12 എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് 15% ആനുവൽ റിട്ടേൺ കിട്ടും, ചിലപ്പോൾ അത് 10 കിട്ടുള്ളൂ, ചിലപ്പോൾ 8 കിട്ടുള്ളൂ. ആ ഒരു റിസ്ക് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിക്ഷേപിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന മൊത്തം പൈസയും കൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇടുക എന്നുള്ളതല്ല, നിങ്ങൾക്ക് അതുമായിട്ട് കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള പ്ലാനുകളും കൂടെ വേണം. അപ്പോൾ ഒരു സേഫ് ആയിട്ടുള്ള കാര്യം നോക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലുള്ള നിക്ഷേപങ്ങളുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കുകളിൽ റിക്കറിംഗ് നിക്ഷേപങ്ങളുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിസ്ക് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് സ്റ്റോക്കുകളിൽ നിക്ഷേപിക്കാം. അങ്ങനെ പല പല ഓപ്ഷനുകളുണ്ട്. പക്ഷേ എല്ലാവർക്കും കോമൺ ആയിട്ട് പറ്റാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ തന്നെയാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ ഫ്ലെക്സി ക്യാപ്, മൾട്ടി ക്യാപ്, ഇൻഡെക്സ് ഫണ്ടുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ 40 മുതൽ 60 വയസ്സ് വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് പറ്റുന്ന ഒരു കോമ്പിനേഷൻ. ഇതല്ലാതെയും മ്യൂച്വൽ ഫണ്ടുകളിൽ പല കോമ്പിനേഷനുകൾ ഉണ്ട് കേട്ടോ. അതേ സ്മോൾ ക്യാപ് ഫണ്ടുകളുണ്ട്, മിഡ് ക്യാപ് ഫണ്ടുകളുണ്ട്, ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ടുകളുണ്ട്, സെക്ടർ ഫണ്ടുകളുണ്ട്, തീമാറ്റിക് ഫണ്ടുകളുണ്ട്. ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത്തരം ഫണ്ടുകൾ കുറെ കൂടെ റിസ്ക് കൂടുതലാണ്. അതേസമയം തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റിസ്ക് എടുത്തുകൊണ്ട് തെറ്റില്ലാത്തൊരു റിട്ടേൺ കിട്ടുന്നതിനായിട്ടാണ് ഈ ഫ്ലെക്സി ക്യാപ്പുകളുടെയും മൾട്ടി ക്യാപ്പുകളുടെയും ഇൻഡെക്സ് ഫണ്ടുകളുടെയും ഒരു കോമ്പിനേഷനെ പറ്റി പറഞ്ഞത്. ഇനിയിപ്പോൾ അതിലുള്ള പ്രധാനപ്പെട്ട ഫണ്ടുകൾ അല്ലെങ്കിൽ ഞാൻ ആ അത്തരം കാറ്റഗറിയിൽ നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പരാഗ് പരീഖിന്റെ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫണ്ടാണ്. അതുപോലെ UTI നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ മറ്റൊരു മികച്ച ഫണ്ടാണ്. അതുപോലെ HDFC BSE സെൻസെക്സ് പ്ലാൻ എന്ന് പറയുന്നത് മറ്റൊരു ഇൻഡെക്സ് ഫണ്ടാണ്. ഇങ്ങനെ പല കോമ്പിനേഷൻ ഉണ്ട്. എല്ലാവർക്കും എല്ലാ ഫണ്ടുകളും യോജിക്കണമെന്നില്ല. നിങ്ങൾക്ക് യോജിച്ച ഫണ്ടുകൾ അറിയുന്നതിനായിട്ട് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 കോൺടാക്ട് ചെയ്യാം. ഇനി ഇതെല്ലാം ഒരു ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഫണ്ടുകൾ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കുറച്ചൊരു കൺസർവേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു മോഡറേറ്റ് ആയിട്ട് ഉള്ള റിസ്ക് മാത്രമേ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഹൈബ്രിഡ് ഫണ്ടുകളിലാണ്. ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഫണ്ടുകൾ പോലുള്ള ഹൈബ്രിഡ് ഫണ്ടുകളിൽ വേണം നിക്ഷേപിക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് അത്തരം കാറ്റഗറിയിൽപ്പെട്ട മികച്ചൊരു ഫണ്ടാണ്. ഇതിനെങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ശമ്പള വരുമാനക്കാരനാണെന്നുണ്ടെങ്കിൽ SIP രീതിയിൽ വേണം നിക്ഷേപിക്കാൻ. അങ്ങനെ SIP രീതിയിലുള്ള നിക്ഷേപത്തിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഒരു ഒബ്ലിഗേഷൻ ആയിട്ട് മാറും. നമ്മൾ ഇതുവരെയും കളകളിച്ച് നടന്ന് നമുക്ക് 1 രൂപ പോലും സേവിങ്സോ ഇൻവെസ്റ്റ്മെന്റോ ഇല്ല. ഇനി നമ്മൾ ഇന്നു മുതൽ നമ്മളുടെ റിട്ടയർമെന്റ് ദിവസം വരെ നമ്മൾ എന്ത് വേണം, കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ളതാണ് കൊണ്ടാണ് നമ്മൾ ഈ SIPകൾ ചെയ്യാനായിട്ട് പറയുന്നത്. SIPകൾ നിങ്ങൾ ഈ വർഷം ഒരു 10,000 രൂപ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ SIPയിൽ അടുത്ത വർഷം നിങ്ങളുടെ സാലറി ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ അത് ഒരു 11,000 12,000 ആക്കി വർദ്ധിപ്പിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ പണം വർദ്ധിക്കുന്ന തോത് അത്ര ശരിയാവില്ല. നമ്മൾ എല്ലാ വർഷവും നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ടോപ്പ് അപ്പ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് രണ്ടാമതായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം. മൂന്നാമതായിട്ട് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ നിക്ഷേപിക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു ബോണസ് കിട്ടുക, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു കുറി കിട്ടുക, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് നിങ്ങളുടെ ഒരു ബന്ധു എന്തെങ്കിലും സഹായം ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന എമൗണ്ട് മറ്റെന്തെങ്കിലും കാര്യത്തിനായിട്ട് ഉപയോഗിക്കാതെ ഈ ഫണ്ടുകളിലേക്ക് അഡീഷണൽ ആയിട്ടുള്ള വൺ ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തി അതിനെ വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ അതാണ് മൂന്നാമത്തെ ടിപ്പ്. നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയല്ല വേണ്ടത്. ഓരോ വർഷവും ഈ ഫണ്ടുകൾ കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് ഇത് കൃത്യമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ മറ്റെന്ത് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള റിവ്യൂവും അനാലിസിസും നടത്തണം എന്നുള്ളതാണ്. ഇങ്ങനെ റിവ്യൂ ചെയ്യാൻ അറിയാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും നമ്മളെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 8848030018 നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങൾ ഒരു 40% എങ്കിലും സേവ് ചെയ്യാനായിട്ട് തുടങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിർത്താതെ തുടർന്നുകൊണ്ട് പോകണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കൃത്യമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യമല്ല, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ഇതുപോലുള്ള സാമ്പത്തിക വീഡിയോകൾ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഒന്ന് അമർത്തുകയും ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് അവിടെ കാണുന്നത്, അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.